അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ. ഫസ്റ്റ് ഇംപ്രഷൻ മികച്ചത് തന്നെയാണ്. നമ്മൾ ട്രെയിലറിൽ കൂടെയും പിന്നെ സിനിമയെക്കുറിച്ചുള്ള ഒരു ആകത്തുക നമുക്ക് അറിയാമായിരുന്നല്ലോ, എസൻസ് അതേ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരിക്കുന്ന എക്സ്ക്ലൂസീവ്ലി നമ്മുടെ കന്യാകുമാരിയിൽ, പ്രത്യേകിച്ച് മാർത്താണ്ഡം, നാഗർകോവിൽ ഈ ഒരു ഭാഗത്തൊക്കെയാണ്. അപ്പം ഇദ്ദേഹം ഇതിൽ സംസാര ശൈലിയൊക്കെ കറക്റ്റ് ആ ഒരു തിരുവനന്തപുരം കന്യാകുമാരിയിലെ ചില ഏരിയകളിൽ സംസാരിക്കുന്ന ഒരു വലിച്ചു നീട്ടിയൊക്കെ ഉള്ള ഒരു പിടിച്ചിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ ഒരു ട്രേഡ് മാർക്കാണല്ലോ അത്. എല്ലാ സിനിമകളിലും നമ്മുടെ സംസാര ശൈലിയൊക്കെ പിടിച്ചിട്ടുണ്ട്. വന്ന് ഒരു ഇൻ്റർവെല്ലൊരു സംഭവം, ഒരു പീക്ക് സംഭവത്തിലാണ് ഇൻ്റർവെൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എക്സൈറ്റിംഗ് ആണ്, ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ്. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതെ, ഗ്രിപ്പിംഗ് ആയിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര നല്ല ത്രില്ലിംഗ് ആയിട്ട് ആ ഒരു BGM കാര്യങ്ങളും ഒക്കെ എല്ലാം കിട്ടും. പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ വെറുതെ സ്പോയിലറൊക്കെ ആകുന്നത്. മമ്മൂട്ടി തകർത്ത്. ഫസ്റ്റ് ഹാഫ് കിടിലം. നമ്മൾ ഇൻ്റർവെല്ല് കൊണ്ട് നിർത്തിയിരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്നുവെച്ചാൽ സസ്പെൻസാണ്. ആ ഇൻ്റർവെല്ലൊരു ട്വിസ്റ്റ് ഉണ്ട്, കിടില. മമ്മൂട്ടി തകർത്തെന്ന് പറഞ്ഞാൽ സിനിമ തുടങ്ങുന്ന സീന് തൊട്ട് ത്രില്ലിങ്ങാണ്. ഈ ഇൻ്റർവെൽ ഫുൾ എൻഗേജിങ് ആയിട്ട് പോകും. ഇൻ്റർവെൽ വരെ വിനായകനും കൊള്ളാം. മമ്മൂട്ടി പ്രേക്ഷകരെ പിടിച്ച് ഉറപ്പാണ്, കിടിലം. നെഗറ്റീവ് അടിച്ചിട്ടും കാര്യമൊന്നുമില്ല. നെഗറ്റീവ് അടിക്കാനുള്ള സംഭവം ഇല്ല ഇതിൽ. മമ്മൂട്ടിക്ക് 100 കോടിയൊന്നും വേണ്ട. മമ്മൂട്ടിക്ക് 100 കോടിയും വേണ്ട, നാഷണൽ അവാർഡും വേണ്ട, ഫാൽക്കെ അവാർഡും വേണ്ട. വേറെ എന്തോന്ന്, പുള്ളി അങ്ങ് ഇത് കുറച്ച് നല്ല സിനിമ ചെയ്യാൻ വേണ്ടി കുറച്ച് ജീവിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് നല്ല സിനിമ കിട്ടും, അത്രേ ഉള്ളൂ. അല്ലാതെ 100 കോടി നാഷണൽ അവാർഡും ഫാൽക്കയും ഒരു കുന്തറാണ്ടോ വേണ്ട. അമ്മൂക്ക കിടിലായിട്ടുണ്ട്. വിനായകൻ നന്നായിട്ട് ഫസ്റ്റ് ഹാഫ് കിടിലാണ്. ഇൻ്റർവെൽ ബ്ലോക്ക് കിടിലായിട്ട്.